അങ്ങനെ വാഗമണിലെ 3rd ഡേ ആട്ടോ. നമ്മൾ റൂമൊക്കെ വെക്കരുത്, എല്ലാവരും തിരിച്ചു പോവാട്ടോ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ നമ്മൾ അവിടെ എത്തി, ടിക്കറ്റൊക്കെ എടുത്തു. നമുക്കൊരു ടൈം കിട്ടിയിട്ടുണ്ട്, ആ ടൈമിലാട്ടോ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെല്ലാം, ടിക്കറ്റ് എടുത്ത് ഇഷ്ടമുള്ളപ്പോൾ കയറാം, ഒരുപാട് നേരം അവിടെ നിൽക്കാം, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ഒന്നുമല്ല, നമുക്കൊരു പ്രോപ്പർ ടൈം തരും. ആ ടൈമിലൊരു ബാച്ചിലാണ് അവർ കയറ്റുള്ളൂ, അതും 5 മിനിറ്റിലാണ് അവരവിടെ നിർത്തുള്ളൂ. എന്തായാലും സംഭവം നൈസായിരുന്നു. താഴേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ നമ്മൾ എഡ്ജിൽ വന്ന് നിൽക്കുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു, നല്ല തണുപ്പും നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഒന്നാമത് ആ വാഗമൺ. സോ ഇത് 1 ടൈം എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ ഓരോ ബാച്ചിലാണ്, ഒരു 10 പേര് 15 പേരൊക്കെയാണ് അതിൽ കയറ്റുള്ളൂ ഒരു ടൈമിൽ. എന്തായാലും സംഭവം നൈസായിരുന്നു. 250 റുപ്പീസാണ് ഒരാൾക്ക് ടിക്കറ്റ്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ബൈ.